അക്കൗണ്ട്സിൽ ആളുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് റിപ്പോർട്ട്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഈവൺ ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് പോലും കൃത്യമായി കൊടുക്കാൻ പറ്റുന്നില്ല. പല ബിസിനസ് ഓണേഴ്സും പറയുന്ന ഒരു ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈയിടെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഹയർ ചെയ്തു, എന്നിട്ട് നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് നന്നാക്കാൻ നോക്കി, 4 മാസമായി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഉള്ളതിൻ്റെനായിട്ട് ഇഷ്യൂ ആണ്. ഒരു സി എക്കാരനെ കൊണ്ടുവന്നതിനെ കൊണ്ട് അക്കൗണ്ട്സിലെ ഇഷ്യൂ ചിലപ്പോൾ തീരണമെന്നില്ല. ഞാൻ ഇതേ സി എക്കാരനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ അയാൾ പറഞ്ഞു, എൻ്റെ ജൂനിയർ ആയിട്ട് എന്തില്ല, ആളുകളില്ല, അതുകൊണ്ട് തന്നെ ഈവൻ ഇൻവോയ്സ് അടിക്കുന്ന ഞാനാണ്, കസ്റ്റമറെ വിളിച്ചിട്ട് പേയ്മെന്റ് വാങ്ങിക്കുന്ന ഞാനാണ്, സപ്ലയർ വന്നു കഴിഞ്ഞാൽ പേയ്മെന്റ് എഴുതി കൊടുക്കുന്ന ഞാനാണ്, ചെക്ക് കൊടുക്കുന്ന ഞാനാണ്. ഇങ്ങനെ എല്ലാം എന്നെ ആയിക്കൊണ്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാണ് ചില ബിസിനസ് ഓണേഴ്സ് കാണിക്കുന്ന എന്താ പറയുക ഒരു മിസ്റ്റേക്ക്. നിങ്ങൾ ആദ്യം തന്നെ ഒരു സൊല്യൂഷൻ അല്ല ഉണ്ടാക്കുക. ആദ്യം നിങ്ങളെ നാച്ചർ ഓഫ് ഓപ്പറേഷൻസ് നോക്കുക. അതിനനുസരിച്ചിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. അപ്പൊ ആ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് വേണ്ടുന്ന സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ അതിന് ആവശ്യമായ ടീം മെമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യേണ്ടത്. ഒരു ക്ലറിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂനിയർ അക്കൗണ്ടൻസ് മതി. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻ, റിപ്പോർട്ട് മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കമ്പനിയിലൊക്കെ ഹെഡ് ചെയ്യാനൊക്കെയാണ് നല്ല കാലിബർ ഉള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള, അതേപോലെ തന്നെ ഒരു ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സി എക്കാരനെ പോലെയൊക്കെയുള്ള ആളുകളുടെ ആവശ്യം വരുന്നത്. അപ്പൊ അങ്ങനെ വേണ്ടുന്നിടത്ത് അങ്ങനെയുള്ള ആൾ വേണം. അല്ലാണ്ട് കുറെ ജൂനിയർ അക്കൗണ്ടൻസിനെ കൊണ്ടുവന്ന് അവർക്ക് ചിലപ്പോൾ പ്രീവിയസ് ഒരു എക്സ്പീരിയൻസോ ഒന്നും ഉണ്ടാവില്ല, എന്നിട്ട് അയാളോട് അക്കൗണ്ട്സ് മാനേജ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും നടക്കില്ല. മിക്ക ചെറിയ ഓപ്പറേഷൻസിൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബികോം ഉള്ള ഒരു അക്കൗണ്ടന്റിനെ കൊണ്ടുവരും, അയാൾക്ക് പ്രീവിയസ്ലി ഒരു എക്സ്പീരിയൻസും ഉണ്ടാവില്ല, എന്നിട്ട് അയാളോട് പറയും നീ ഒന്ന് അക്കൗണ്ട്സ് ചെയ്ത് തുടങ്ങിക്കോ. ഇതിപ്പോ അയാൾ അക്കൗണ്ട്സ് ചെയ്ത് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതിന് എന്തൊക്കെയാണ് അതിന്റെ മാസ്റ്റർ ഡാറ്റ, ലെഡ്ജർ ക്രിയേഷൻ, എന്തൊക്കെ റിപ്പോർട്ട്സ് ഉണ്ടാക്കണം, ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം, അവന് മുന്നേ എവിടെയെങ്കിലും ഏതെങ്കിലും സോഫ്റ്റ്വെയർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ ഇയാളെ ബിസിനസിന്റെ നാച്ചറിന് പറ്റുന്നതായിരിക്കില്ല. അതിന് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പേർട്ടിന്റെ അഡ്വൈസ് എടുക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് അവരോടൊന്ന് ഡിസൈൻ ചെയ്ത് തരാൻ പറയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടുന്ന ടീം മെമ്പേഴ്സിനെയും അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കൂടി കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അക്കൗണ്ട്സ് ഫുള്ളി കൺട്രോളബിൾ ആയിരിക്കും. എഫക്റ്റീവ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും.